നമസ്കാരം. മഴ തോരും മുമ്പ് സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത് തന്നെ വരായിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലിയുടെ തറവാട്ട് വീട്ടിലേക്ക് അലീനയുടെ ആവശ്യപ്രകാരം സ്റ്റാൻലി അലീനയെ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. തുടർന്ന് തിരുവനന്തപുരത്ത് തൻ്റെ ചില ഫ്രണ്ട്സിനെ കാണാനുണ്ടെന്ന് പറഞ്ഞ് സ്റ്റാൻലി അവിടുന്ന് ഇറങ്ങുകയാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, സ്റ്റാൻലിക്ക് എറണാകുളത്ത് കൂടി പോകണം. ഇവിടെ നിന്ന് തിരികെ പോകണമെന്ന് എപ്പോഴാണോ അലീനയ്ക്ക് തോന്നുന്നത് ആ സമയത്ത് തന്നെ ഫോൺ വിളിക്കാൻ പറഞ്ഞിട്ട് സ്റ്റാൻലി പോവുകയാണ്. സ്റ്റാൻലി ഗേറ്റ് കടന്നതും ഉടൻ തന്നെ ഔതക്കുട്ടിച്ചായനോട് അലീന ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ കേട്ടോ. അതിനൊക്കെ ശേഷം അവിടെ വെച്ച് നമ്മുടെ അലീനയ്ക്ക് ചില കാര്യങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരികയാണ് കേട്ടോ. നമ്മുടെ ആൻസി ആണെങ്കിൽ അലീനയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കാൻ ഔതക്കുട്ടിച്ചായ പറയുമ്പോൾ ആൻസി പറയുന്നുണ്ട്, കണ്ട് പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ വെച്ച് വിളമ്പാൻ എന്നെ കിട്ടില്ല പച്ചാന്ന് പറയാണ്. അതുപോലെ ഇവിടെ എല്ലാവരുടെയും ഒപ്പം ഇരുത്തി അലീനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്നും ആൻസി പറയുക. അതൊക്കെ കേൾക്കുമ്പം ഔതക്കുട്ടിച്ചായന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഔതക്കുട്ടിച്ചായ നല്ല തക്ക മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സ്റ്റാൻലി ഗേറ്റ് കടന്നതും ഉടൻ തന്നെ ഔതക്കുട്ടിച്ചായനോട് അലീന ചോദിക്കുകയാണ്, എവിടെ വല്യപ്പച്ച? വല്യപ്പച്ചൻ്റെ റാണിമോൾ ഷെറിനാൻറ്റി. ആ മോൾ വാ, കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ അലീനയുമായി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഒരു റൂമിന് നേരെ അലീനയെ കൂട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ വാതിൽ ചാരിയിട്ടിരിക്കുകയാണ്. വലിയൊരു നിഗൂഢതയുടെ കവാടമാണ് അതെന്ന് അലീനയ്ക്ക് തോന്നി. അത് തുറക്കാൻ പോവുകയാണ് എന്നും അവളുടെ മനസ്സ് മന്ത്രിച്ചു. സാമാന്യ വലുപ്പമുള്ള ഒരു മുറിയായിരുന്നു അത്. 3 പാളികളുള്ള ചില്ല് ജനാലയിലൂടെ മുറിയുടെ മധ്യഭാഗത്തേക്ക് വെളിച്ചം വരുന്നുണ്ട്. ജനാലയുടെ വെള്ളി വരികൾ ഇരുവശത്തേക്കും വകഞ്ഞു മാറ്റി വെച്ചിരിക്കുന്നു. ജനലിന്റെ ഇടതുഭാഗത്ത് ചുമലിൽ മുതുകും ചാരി ചമ്രം പിടിഞ്ഞ് വെളുത്ത നൈറ്റിയിട്ട ഒരു സ്ത്രീ ഇരിക്കുന്നത് അലീന കണ്ടു. അവളുടെ മുഖം മെഴുകു പ്രതിമയുടേതുപോലെ തോന്നി. അവളുടെ മുഖം കട്ടയുള്ള ഇഴക്കൂട്ടങ്ങളായി പിരിഞ്ഞ് തോളത്തും നെഞ്ചിലും മുഖത്തും വശങ്ങളിലും വീണ് കിടക്കുന്നു. ജനാലയിൽ നിന്നുള്ള വെളിച്ചത്തിൽ അവളുടെ മുഖത്തിന്റെ ശരീരത്തിന്റെയും ഒരു ഭാഗം മാത്രമേ കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അവളുടെ മടിയിൽ മഞ്ഞ അടയാളമുള്ള റിബണോട് കൂടിയ ഒരു ചെറിയ ബൈബിൾ ഇരിപ്പുണ്ട്. അതിന്റെ പേജുകളുടെ വാക്കുകൾ ചെഞ്ചായും പൂശിയതായിരുന്നു. ഔതക്കുട്ടിച്ചായൻ ചുമച്ചു. ശബ്ദമുണ്ടാക്കിയപ്പോൾ അവൾ കണ്ണു തുറന്നു, മുഖം അല്പം ഉയർത്തി. ഉടനെ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, നീ ബൈബിളും മടിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഉറങ്ങുകയായിരുന്നു? അപ്പച്ചൻ വന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, പക്ഷേ ലാലിച്ചൻ വന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ എല്ലാം അറിയുന്നുണ്ട്, എന്നെ മാത്രം ആരും അറിയുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് അവൾ സങ്കടത്തോടെ തല കുനിച്ചു. തുടർന്നവൾ ബൈബിളിലേക്ക് കണ്ണു നട്ട് 2 നിമിഷത്തിന് ശേഷം മുഖം ഉയർത്തി ഔതക്കുട്ടിച്ചായനെ നോക്കി. എന്നിട്ട് സദൃശ്യവാക്യങ്ങൾ 29. അപ്പച്ചൻ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോ. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു. ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴാ ജനം നെടുവീർപ്പിടുന്നു. പെട്ടെന്ന് ഔതക്കുട്ടിച്ചായൻ, നിനക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. എന്നെ ആർക്കും പരിചയപ്പെടുത്തണ്ട, എനിക്കറിയാം. ഇവിടെ എല്ലാവരും അവളുടെ പേര് പറയുന്നത് ഞാൻ മുൻപേ കേട്ടു. ഷെറിൻ അലീനയുടെ നേർക്ക് ഒരു തണുത്ത നോട്ടം അയച്ചു. എന്നിട്ട് ഔതക്കുട്ടിച്ചായനോട് ചോദിക്കുകയാണ്, അപ്പച്ചൻ എവിടായിരുന്നു ഇത്രയും ദിവസം? ഇവിടെ എല്ലാവർക്കും ദേഷ്യമായിരുന്നു. അപ്പച്ചനോടുള്ള ദേഷ്യം അവരെന്നോട് കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഇവിടെ എപ്പോഴും കാവലിരിക്കാൻ പറ്റുമോ? ഞാൻ പെട്ടെന്ന് മരിച്ചുപോയാൽ എന്ത് ചെയ്യും? അത് കേട്ടിട്ട് ഷെറിൻ അങ്ങ് ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, എല്ലാവരും ചേർന്ന് എന്നെ ഏതെങ്കിലും അഗതി മന്ദിരത്തെ കൊണ്ടുവന്ന് തള്ളുമായിരിക്കും. നീ ഇവളോടങ്ങനെ മിണ്ടിക്കേ. ഇത് ലാലിച്ചൻ്റെ മോളാണ്. വീണ്ടും ഷെറിൻ്റെ നോട്ടം അലീനയുടെ മേൽ വീണു. ലാലിച്ചായന് മോളെ കിട്ടി. എൻ്റെ മോളെ എനിക്കിനി എന്നാ കിട്ടുന്നേ? ഇത്രയും പ്രായമായിട്ട് എനിക്ക് വേണ്ട. കിട്ടുന്നെങ്കിൽ ഇപ്പോൾ കിട്ടണം, ഇപ്പോൾ തന്നെ. എത്ര വർഷമായി? എനിക്കിനി വയ്യ അപ്പച്ച. ഇത്രയും പറഞ്ഞിട്ട് അവൾ വിരലുകൾ മടക്കി എണ്ണാൻ തുടങ്ങി. 1 2 3 4 5. എന്നിട്ട് ഔതക്കുട്ടിച്ചായനെ നോക്കി മടക്കിയ വിരൽ ഒന്ന് നിവർത്തി. 6. അലീന ഷെറിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്ത് ഔതക്കുട്ടിച്ചായന്റെ നേർക്ക് നോക്കി. വലിയപ്പച്ചന്റെ മുഖത്തെ വിളർച്ച അവൾക്ക് തിരിച്ചറിഞ്ഞു. ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, നീ ഇന്ന് മരുന്ന് കഴിച്ചില്ലേ മോളെ? ഞാൻ ചോദിച്ചതിന് അപ്പച്ചൻ ഉത്തരം പറ. എന്നിട്ട് ഞാൻ ഇനി മരുന്ന് കഴിക്കുന്നുള്ളൂ. ഇന്ന് രാവിലെ നീ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഞാൻ എല്ലാവരോടും വഴക്കുണ്ടാക്കി. എല്ലാവരും എന്നോട് പിണങ്ങി. അപ്പച്ചനും ഇപ്പോൾ എന്നെ വേണ്ടല്ലോ. നീ എപ്പോഴും ഇതിനകത്ത് ഇരുന്നിട്ടാ അങ്ങനെയൊക്കെ തോന്നുന്നത്. എഴുന്നേറ്റ് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. മനുഷ്യരെയൊക്കെ കാണുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യ്. കാറ്റും വെളിച്ചവും ഏറ്റാൽ തന്നെ കുറേ വ്യത്യാസം വരും. എനിക്ക് കാറ്റും വേണ്ട, വെളിച്ചവും വേണ്ട. എൻ്റെ മോളെ മാത്രം തന്നാൽ മതി. എനിക്ക് ആരെയും കാണുകയും വേണ്ട. അവൾ ഔതക്കുട്ടിച്ചായനോടും പിണങ്ങി. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വാ മോളെ. ഔതക്കുട്ടിച്ചായൻ അലീനയെ വിളിച്ചുകൊണ്ട് മുറി വിട്ടിറങ്ങി. നേരെ ഡൈനിങ് റൂമിലേക്ക് ചെന്നു. ആൻസി വിളി കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്നും ഊണുമുറിയിലേക്ക് വാതിക്കലേക്ക് വന്നു. റാണിമുൾക്ക് നീ ഇന്ന് മരുന്ന് കൊടുത്തില്ലേടി? കൊടുത്താൽ കഴിക്കണ്ടേ? എത്ര പ്രാവശ്യം നിർബന്ധിക്കുന്നേ? എടി ബലമായിട്ട് കഴിപ്പിക്കണ്ടായിരുന്നോ?
അതിനോട് ഗുസ്തി പിടിക്കാൻ ഇവിടെ ആർക്കാ അപ്പച്ചാ ബലം? റോമിച്ചൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ റോബിച്ചായൻ അവളെ മരുന്ന് കഴിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? വേറെ എന്തെല്ലാം ജോലിയുണ്ട്? ഇന്നലെ രാത്രി റോബിച്ചായൻ കുറേ നോക്കിയതാ, ഒരടിയും വെച്ച് കൊടുത്തു. അതിൻ്റെ പരാതി വന്നപ്പോഴേ പറഞ്ഞു കാണുമായിരിക്കും. ഓ, അടിച്ചതൊന്നും അവൾ പറഞ്ഞില്ല. അപ്പോൾ ആൻസിയാ അതൊക്കെ മറന്നു കാണുമായിരിക്കും. ഓർക്കണം എങ്കിൽ നല്ല ബോധം വേണ്ടേ? അത് വിട്. ആരെങ്കിലും ഒരാൾ വീട്ടിൽ വന്നാൽ ഇങ്ങനെയാണോ ആൻസി പെരുമാറേണ്ടത്? അത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ നീ നോക്കിയാലും പറ്റത്തില്ലേ? ലാലിച്ചൻ 15 മിനിറ്റ് ഇരുന്നിട്ടാണ് എഴുന്നേറ്റ് പോയത്. അപ്പോൾ ആൻസി ആർക്ക് കൊടുക്കാനാ വെള്ളം? അപ്പച്ചന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കുളത്തുപുഴയിൽ നിന്ന് വേറെ ആര് വന്നാലും പച്ച വെള്ളം പോലും കൊടുക്കണ്ട എന്ന് റോബിച്ചായൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അത് ശരി. അപ്പോൾ അലീനയ്ക്ക് ലേശം ചോറ് ഇവിടുന്ന് കിട്ടാൻ സാധ്യതയില്ല. ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരണോ? പെട്ടെന്ന് ആൻസി പറയുകയാണ്. അതിനിപ്പം ഉച്ചയായില്ലല്ലോ അപ്പച്ച. ഉച്ചയാകുമ്പോൾ പറഞ്ഞാൽ മതിയോ? അവതക്കുട്ടിച്ചായനെ ദേഷ്യം പിടിച്ചു. ഉടനെ ആൻസി വീണ്ടും ചോദിക്കുകയാണ്. അതെ അപ്പച്ച, ഈ ലാലിച്ചായൻ ആരും പേടിക്കാനില്ലാതെ ജീവിച്ച കാലത്ത് കണ്ട അലവലാതി പെണ്ണുങ്ങളുമായിട്ട് കൂട്ടുകൂടി ഓരോരോ തോന്നിയാസങ്ങൾ കാണിച്ചു വെച്ചതിന് ഇവിടെയുള്ളവർ എന്ത് വേണമെന്നാ? അവളുമായി പെറ്റിട്ട് പോയ അനാഥ പിള്ളേരെ സൽക്കരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പറ്റുമെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് എൻ്റെ കൈ കൊണ്ട് കൊടുക്കുകയുമില്ല. അതിന് വേറെ ആളെ നോക്കണം. ആൻസിയുടെ മുഖത്തടിച്ചതുപോലെയുള്ള വർത്തമാനം കേട്ട് ഔതക്കൊട്ടിച്ചായനൊന്ന് വിളറിപ്പോയി. എന്നിട്ട് ചോദിക്കാണ്, ലാലിച്ചൻ വന്നപ്പോൾ നിനക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ലല്ലോ? നിന്റെ വായിൽ എന്താ പഴമായിരുന്നു? അവനെ കണ്ടതേ നീ അകത്തോട്ട് കയറി ഓടുന്നത് കണ്ടല്ലോ. എനിക്ക് അങ്ങേരോട് പറയേണ്ട ആവശ്യം വന്നില്ല. വന്നാൽ പറയുക തന്നെ ചെയ്യും. എനിക്ക് ലാലിച്ചായനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പച്ച. അങ്ങനെയല്ല എനിക്ക് ചെലവിന് തരുന്നത് റോബിച്ചായനാ. പെട്ടെന്ന് ഔതക്കുട്ടിച്ചായൻ ഒച്ച വെച്ച് വിളിക്കുകയാണ്. റോബി, എടാ റോബിച്ച. സിറ്റ് ഔട്ടിൽ ഉണ്ടായിരുന്ന റോബർട്ട് വിളി കേട്ടുകൊണ്ട് പെട്ടെന്ന് ഊണുമുറിയിലേക്ക് എത്തി. ഈ പെങ്കൊച്ചിന് ഒരു നേരം ചോറ് കൊടുക്കാനുണ്ടോ ഇവിടെ? ഇല്ലെങ്കിൽ പറയണം. ലാലിച്ചൻ ഒരുപാട് ദൂരം പോകുന്നതിന് മുമ്പ് അവനെ വിളിച്ച് എനിക്ക് ഊണ് വാങ്ങിപ്പിക്കാനുള്ളതാണ്. ഇവിടെ ചോറ് കൊടുക്കാനില്ലെന്ന് ആരാ പറഞ്ഞത്? നീ നിന്റെ കെട്ടിയോളോട് ചോദിച്ചു നോക്കടാ. നീ അങ്ങനെ പറഞ്ഞോടി? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. വിളമ്പി കൊടുത്ത് സൽക്കരിക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞേ. ഇനിയും ഞാൻ അത് തന്നെ പറയുകയും ചെയ്യും. വേണമെങ്കിൽ എടുത്ത് കഴിച്ചോണം. ഇത് പിന്നെ പണ്ടേ വഴിയമ്പലം പോലെ തുറന്നിട്ടുകയാണല്ലോ. കാണുന്ന വഴിപോക്കർക്കെല്ലാം കയറി ഇറങ്ങി നിരങ്ങാൻ. ആൻസിയുടെ മുഖത്ത് കോപം ഇരച്ചു തുടങ്ങി. ഔതക്കുട്ടിച്ചായനിലായാലും വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ല. ഔതക്കുട്ടിച്ചായൻ പറയുകയാണ്, ആയിക്കോട്ടടി, ഇത് വഴിയമ്പലം തന്നെയാ. പക്ഷെ നിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തൊന്നും അല്ലല്ലോ. ഇത് ഞാൻ പണിച്ച വീടാടി. ഇത് ഞാൻ മരിക്കുന്നിടത്തോളം വരെ ഇവിടെ പലരും വരും പോവുകയും ചെയ്യും. ചിലപ്പോൾ താമസിച്ചെന്നും വരും. നിന്റെ തള്ളയും വന്ന് താമസിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അവരോട് വേണ്ടാന്ന്. അല്ലച്ച, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അപ്പച്ചൻ ആരെ കണ്ടിട്ടാ ഈ ഞെളിയുന്നേ? ഒരസുഖം വന്നാലേ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. വെച്ച് വിളമ്പി തരാനും അലക്കി തേച്ച് തരാനും ഞാൻ തന്നെ വേണമല്ലോ. ഓ, അത് ശരി. ഉണ്ടിയത്തിനൊന്നും അല്ലല്ലോ കുഞ്ഞേ. ഞാൻ ചാവുന്ന കാലത്ത് ഈ വീടിരിക്കുന്ന 1/2 ഏക്കർ പറമ്പും അത് വേണമെങ്കിൽ മതി. ഇല്ലെങ്കിൽ എന്നെ വിട്ടിട്ട് പോയിക്കോ. വേറെ ആമ്പിള്ളേരുണ്ട് എനിക്ക്. എല്ലാവർക്കും കൊടുത്തതുപോലെ ഒരു വീതം ഞാൻ നിങ്ങൾക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ താമസിക്കുന്നതും ചെയ്യുന്നത്. ഇത്തവണ ഔതക്കുട്ടിച്ചായനായിരുന്നു മേൽക്കൈ. റോബർട്ടിനോ ആൻസിക്കോ മറുപടിയൊന്നും പറയാനില്ല. ഔതക്കുട്ടിച്ചായൻ മർമ്മത്തെ തന്നെയാണ് കുത്തിയിരിക്കുന്നത്. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം വീണ്ടും ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല, ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? റോബർട്ട് ആ സമയത്ത് കൈ മലർത്തി കാണിച്ചു. ഈ വീട്ടിൽ ഒരു പെൺകൊച്ചു വരുന്നതും നീ കണ്ടില്ലേ റോബിച്ച? അവളോടൊരു വാക്ക് മിണ്ടാൻ ആരുമില്ലല്ലോ. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? അന്യരൊന്നും അല്ലല്ലോ, ലാലിച്ചന്റെ മോളല്ലേ. അപ്പോൾ റോബർട്ട്, ലാലിച്ചായന്റെ മക്കൾ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോഴൊന്നും ഞങ്ങൾ നല്ലപോലെ സൽക്കരിച്ച് തന്നെയാണ് വിട്ടിട്ടുള്ളത്. എന്നുവെച്ച് ലാലിച്ചായന്റെ മക്കളാണെന്നും പറഞ്ഞ് ഇവിടെ വഴിയെ പോകുന്നവരെയൊക്കെ വരുത്തി കയറ്റി വന്നാൽ സ്വീകരിക്കുകയും സൽക്കരിക്കാനും ഇവിടെ ബുദ്ധിമുട്ടുണ്ട്. ഔതക്കുട്ടിച്ചായൻ അതിനെന്തോ മറുപടി പറയുവാൻ ഭാവിക്കുകയും അലീന വന്ന് അയാളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. വല്യപ്പച്ചൻ ഇങ്ങ് വന്നേ. വൃദ്ധനായ ആ മനുഷ്യൻ അവളെ അനുസരിച്ചു. ഔതക്കുട്ടിച്ചായന്റെ മുറിയിൽ എത്തിയ ശേഷം അലീന ചോദിക്കുകയാണ്, വല്യപ്പച്ചൻ എന്തിനാ അവരോട് വഴക്കിടാൻ നിൽക്കുന്നേ? ആര് വഴക്കിട്ടെന്നാ? അവർ വർത്തമാനം കേട്ടില്ലേ? മോളെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലേ വല്യപ്പച്ച? അവർ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടാൽ ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ? ഔതക്കുട്ടിച്ചായൻ, നമ്മൾ മാത്രം താഴേണ്ട ആവശ്യമില്ല. എന്താ മോളെ, നമുക്ക് ഏതാണ്ട് വലിയ കുറ്റം ചെയ്തതുപോലെയാണല്ലോ അവരുടെയൊക്കെ സംസാരം. എനിക്ക് വേണ്ടി വല്യപ്പച്ചൻ സംസാരിക്കേണ്ട. എന്നാ പിന്നെ നീ പട്ടിണി കിടന്നോ. എന്തായാലും പുനലൂർക്ക് പോകാനുള്ള നിന്റെ കൊതി അങ്ങ് തീർന്നു കിട്ടിയല്ലോ. ഇതൊക്കെ ഇങ്ങനെയുള്ളൂ വരുള്ളൂ എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു വല്യപ്പച്ച. ഈ മുൻവിധിയാണ് എല്ലാവരുടെയും കുഴപ്പം. ഇനി വല്യപ്പച്ചൻ അവരുടെ കൂടെ നിന്നാൽ മതി, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ദിവസം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അങ്ങ് പോകും. നാളെ രാവിലെ നമുക്ക് സ്ഥലം വിട്ടേക്കാം. പെട്ടെന്ന് അലീന വിഷയം മാറ്റിയിട്ട് ചോദിക്കുകയാണ്, റാണി ആൻറ്റിക്ക് കൊടുക്കാനുള്ള മരുന്ന് എവിടെയാ വല്യപ്പച്ച? അത് അവളുടെ മുറിയിൽ തന്നെ കാണും. ഭിത്തിയലമാരിയുടെ അടുത്തുള്ള ചില്ലലമരയ്ക്കകത്താണ് സാധാരണ മരുന്ന് വെക്കുന്നത്. അത്രയും കേട്ടപ്പോഴേക്കും അലീനയുടെ മുഖഭാവം മാറി. ശബ്ദത്തിന്റെ തീക്ഷ്ണത വർദ്ധിച്ചു. അവൾ ചോദിക്കുകയാണ്,
രോഗിയുടെ മുറിവിൽ തന്നെയാണോ മരുന്ന് സൂക്ഷിക്കുന്നത്? അതും മാനസിക വിഭ്രാന്തിയുള്ള ഒരു രോഗിയുടെ. അവൾക്ക് അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. തനിയെ മരുന്നെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നവളാ. ചില സമയത്ത് ചെറിയൊരു ഇളക്കം വരുമെന്ന് മാത്രമേ ഉള്ളൂ. അത് നീ വിചാരിക്കുന്നത് പോലെ വിഭ്രാന്തിയും വെപ്രാളവും ഒന്നുമല്ല. ഉടനെ അലീന അർദ്ധഗർഭമായി പറയുകയാണ്. ആ റാണി ആന്റിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്നാ? നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല അവൾ. അവൾ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഇതിലെയൊക്കെ ഇറങ്ങി നടക്കുകയും ചെയ്യാറുള്ളതാ. ഇതിപ്പോ എന്നെ കാണാഞ്ഞിട്ടോ മറ്റോ ഒരു വാശിക്കിരിക്കുന്നതാണ്. വല്യപ്പച്ച, റാണി ആന്റി ഒരു മകളുടെ കാര്യം പറയുന്നത് കേട്ടല്ലോ. ആ, ഒരു മോളുണ്ടെന്നും അതിനെ തിരിച്ചു കിട്ടണമെന്നും എന്നെപ്പോലെ വലുതായി കഴിഞ്ഞാൽ പിന്നെ അതിനെ വേണ്ടെന്നുമൊക്കെ. അതെന്താ വല്യപ്പച്ച അങ്ങനെ? ഓഹോഹോ, അതാണ് അവളുടെ കുഴപ്പം. ഈ ഇളക്കം വരുമ്പോൾ അവളുടെ വിചാരം അവൾക്കൊരു മോളുണ്ടെന്നാ. അതിനെ എല്ലാവരും ചേർന്ന് ഒളിപ്പിച്ച് വെച്ചെന്നോ കൊന്നു കളഞ്ഞെന്നോ ഒക്കെയാണ് പറച്ചില്. മരുന്ന് കഴിച്ചാൽ മാറിക്കോളും, പിന്നെ ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഒരു മോൾ ശരിക്കും ഉണ്ടായിരുന്നതാണോ? അതൊക്കെ അവളുടെ ഓരോ തോന്നലാണ് നീ. അലീന അയാളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് ഔതക്കുടിച്ചായൻ നോട്ടം മാറ്റിക്കളഞ്ഞു. ഇനി മരുന്ന് കഴിപ്പിക്കേണ്ടേ? വലിയപ്പച്ച, ആ കഴിപ്പിക്കണം. എങ്കിൽ കാണിച്ചതാ, ഞാൻ മരുന്ന് എടുത്തു കൊടുക്കാം. ഔതക്കുടിച്ചായനും അലീനയും കൂടി ഷെറിന്റെ മുറിയിലേക്ക് ചെന്നു. ഷെറിൻ ജനാല അടച്ചിട്ടിരുന്നു. മുറിയിൽ ഇങ്ങിയ വെളിച്ചമേ ഉള്ളൂ. അവൾ ജനാലയ്ക്കടുത്ത ഭിത്തിയിൽ ചാരിയ പഴയ മട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഔതക്കുടിച്ചായൻ മുറിയിലെ ലൈറ്റ് ഇട്ട ശേഷം അലമാര തുറന്നു. ഷെറിന്റെ ഗുളിക ഡബ്ബകൾ അലീനയ്ക്ക് കാട്ടിക്കൊടുത്തു. ഗുളിക കൊടുക്കേണ്ട വിധവും പറഞ്ഞ് അത് നോക്കിയിട്ട് അലീന പറയുകയാണ്. ഇതിലൊന്ന് ഉറക്ക ഗുളികയാണല്ലോ വല്യപ്പച്ച. ആ, അതും കഴിക്കണം. ഇത് എത്രയെണ്ണം ഒരുമിച്ച് ഇവിടെ വെക്കാൻ പാടുണ്ടോ? അതിനെന്താ ഇത്ര കുഴപ്പം? അലീന വീണ്ടും അലമാര തട്ടുകൾ പരിശോധിച്ചു. ഏറ്റവും മുകളിലത്തെ തട്ടിൽ മൂട്ടയ്ക്കുള്ള മരുന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. കുപ്പിയിൽ അതിൻ്റെ ലേബലും പോയിസൺ എന്ന മുന്നറിയിപ്പുമുണ്ട്. മറ്റൊരു അലുമിനിയം ബോട്ടിൽ അതിൽ കീടനാശിനി എന്നും കണ്ടു. ഇതൊക്കെ മനോവിഭ്രാന്തിയുള്ളവരുടെ മുറിയിൽ സൂക്ഷിക്കാൻ കൊള്ളാവുന്ന സാധനങ്ങളാണോ വല്യപ്പച്ച? ഞാനല്ല മോളെ, റോബിച്ചനാണ് വെച്ചിരിക്കുന്നത്. ഇതാവുമ്പോൾ പിള്ളേരാരും കയറി വരത്തില്ല. അവരുടെ കാലും കൈ എത്താത്തടത്ത് ഇരിക്കട്ടെ എന്നും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഷോ, ഒരു മാനസിക വിഭ്രാന്തി വരുമ്പോൾ ഇതെടുത്ത് കഴിക്കാൻ തോന്നിയത് എന്തായിരിക്കും അവസ്ഥ? ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നെ നല്ല മൂർച്ചയുള്ള 2 കടാരയും കുറച്ച് എലിവിഷവും ഒരു ബ്ലേഡും കുറച്ച് പ്ലാസ്റ്റിക് കയറും വെടിയുണ്ട നിറച്ചൊരു തോക്കും ഈ അലമാരയിൽ വെക്കാമായിരുന്നില്ലേ? എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അറിയാമായിരുന്നല്ലോ. അലീനയുടെ നോട്ടത്തിലെ തീഷ്ണതയും സ്വരത്തിലെ മൂർച്ചയും ഔതക്കുടിച്ചായനെ ആശ്ചര്യപ്പെടുത്തി. റോബോട്ടാണ് അതല്ല ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് അയാൾക്കറിയാം. മാസങ്ങളായി അത് അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢോദ്ദേശം ഉള്ളതായി ഔതക്കുടിച്ചായന് തോന്നിയിട്ടില്ല. വല്യപ്പച്ചൻ പൊക്കോ, ഞാൻ ഈ മരുന്ന് കൊടുത്തോളാം. ഔതക്കുട്ടി അത് കേട്ടുകൊണ്ട് മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. അലീന ചെന്ന് ജനൽ തുറന്നു. ശബ്ദം കേട്ടുകൊണ്ട് മയക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതുപോലെ ഷെറിൻ ചോദിക്കുകയാണ്. ആരാ അത്? ഞാനാ, അലീന. ആര് പറഞ്ഞിട്ട് ഈ ജനൽ തുറന്നിട്ടത്? വെളിച്ചം കിട്ടാൻ വേണ്ടി. വെളിച്ചം വേണ്ട. വേണം. അലീന ഗ്ലാസ്സിൽ വെള്ളവും ഗുളികയും എടുത്ത് കട്ടിലിൽ വന്നിരുന്നു. അതിന് ഈ മരുന്ന് കഴിക്ക്. അലീന ഗുളികകൾ ഷെറിൻ്റെ നേരെ നീട്ടി. ഷെറിൻ ഞൊടിയിടയിൽ കൈയെടുത്ത് അത് തട്ടിക്കളഞ്ഞു. അലീന ആ ഗുളികകളെല്ലാം പെറുക്കിയെടുത്ത് വീണ്ടും അവളുടെ നേർക്ക് നീട്ടി. തട്ടിക്കളയരുത്, കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് വർത്തമാനം പറയാം. ഷെറിൻ അത് കയ്യിൽ വാങ്ങി ചുരുട്ടി പിടിച്ചു. 2 നിമിഷത്തിന് ശേഷം ആ ഗുളികകൾ അവൾ ചുരുളിന് നേരെ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് പതിയെ ചിരിച്ചു. അല്പനേരം കഴിഞ്ഞ് അലീന അനങ്ങാതെ ഇരുന്നു. എന്നിട്ട് ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് ജനൽ പടിയിൽ വെച്ചു. ഷെറിൻ തല ചൊറിയാൻ തുടങ്ങി. അലീന കൈ നീട്ടി അവളുടെ ശിരസിൽ കൈയൊഴിച്ച് ഷെറിൻ അനങ്ങാതെ ഇരുന്നു. അലീന എഴുന്നേറ്റ് പോയി. മേശപ്പുറത്ത് നിന്ന് ഒരു ചീപ്പ് എടുത്തുകൊണ്ടുവന്നു. എണ്ണ പിരളാതെ അഴിഞ്ഞ് ചിതറി പിരിഞ്ഞു കിടക്കുന്ന അവളുടെ മുടി പതിയെ ചീകി ഒതുക്കുവാൻ തുടങ്ങി. ഒട്ടും വേദനിപ്പിക്കാതെ സമയമെടുത്ത് ഇഴകൾ വിടർത്തി ചീകി ഒതുക്കി വെച്ചു. ഉടൻ തന്നെ ഷെറിൻ 2 കൈയും തലയിലിട്ട് മാന്തി ചീകിയ മുടി അത്രയും താറുമാറാക്കി. അലീന രണ്ടാമതും അവളുടെ മുടി വൃത്തിയായി ചീകി വെച്ചു. ഇത്തവണയും ഷെറിൻ അത് ചിക്കിഞ്ഞ് നാശമാക്കി കളഞ്ഞു. എന്നിട്ട് ശബ്ദമില്ലാതെ ചിരിച്ചുകൊണ്ട് തല കുലുക്കി. അലീന ക്ഷമയോടെ 3ാമതും അവളുടെ മുടി ചീകി ഭംഗിയാക്കി വെച്ചു. ഷെറിൻ കൈ 2 തലയിലേക്ക് വെച്ചിട്ട് ചോദിക്കുകയാണ്. കളയട്ടെ? എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? ഇല്ല. എന്തുകൊണ്ടാ ദേഷ്യം തോന്നാത്തത്? പറഞ്ഞേ, എനിക്കിപ്പോൾ അറിയണം. ഷെറിന് ഒരു കൊച്ചുകുട്ടിയെ പോലെ വാശി പിടിക്കുകയാണ്. അലീന അവളുടെ കവളത്തെ തലോടി. എനിക്കറിയാം. എന്താ അറിയാവുന്നേ? ഒരുപാട് സ്നേഹമുള്ള ഒരമ്മയാണിതെന്ന്, ഒത്തിരി സങ്കടം അനുഭവിച്ച അമ്മയാണെന്ന്. ഷെറിന്റെ മുഖഭാവം പെട്ടെന്ന് മാറിയത് അലീന കണ്ടു. തൻ്റെ മുഖത്തേക്ക് അവൾ സൂക്ഷിച്ചു നോക്കുകയാണ്. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്ത് ഉപേക്ഷിക്കപ്പെട്ട ശിശുവിൻ്റെ ദൈന്യതയും നിസ്സഹായതയും വ്യാപിക്കുന്നു. ചുണ്ടുകൾ വിറകൊള്ളുന്നു. അലീന തോളത്തുകൂടി കൈയിട്ട് ഷെറിനെ മെല്ലെ ആശ്ലേഷിച്ചു. തൻ്റെ ചുമലിലേക്ക് അവളുടെ മുഖം അണച്ചുകൊണ്ട് മന്ത്രിച്ചു. ഞാനും ഒരിക്കൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു. അനാഥാലയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്.
അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ എനിക്കറിയാം, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരെയും എനിക്കറിയാം. അലീനയുടെ തോളിൽ ഒരു തുള്ളി കണ്ണുനീർ വീണു. അതിന് പൊള്ളുന്ന ചൂടുണ്ടായിരുന്നു. വീണ്ടും ഒരെണ്ണം കൂടി അലീന അവളുടെ പുറത്ത് മെല്ലെ തട്ടിക്കൊണ്ടായിരുന്നു. മാമച്ചൻ അങ്കിളിൻ്റെയും ഗ്രേസമ്മയുടെയും മകനെ പ്രണയിച്ച പെൺകുട്ടിയാണ് ഇതെന്ന് അലീന ഓർത്തു. ആ മകന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തവൾ. അലീന അവളുടെ മുഖം തോളിൽ നിന്നെടുത്തു. കരച്ചിലൊന്നുമില്ല, മുഖത്ത് നനഞ്ഞ കൺപീലികൾ, തളർന്ന ഭാവവും മാത്രം. അലീന പറയുകയാണ്, ഞാനുണ്ട് കൂട്ടിന്, നമുക്ക് കണ്ടുപിടിക്കാട്ടോ, എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അലീന അവളെ ആശ്വസിപ്പിച്ചു. തുടർന്ന് അവൾ ഗുളികയും വെള്ളവും എടുത്ത് വീണ്ടും ഷെറിന്റെ നേർക്ക് നീട്ടി. ഷെറിൻ വിസമ്മതം ഒന്നും കൂടാതെ മരുന്ന് കഴിച്ചു. പിന്നെ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ കട്ടിലിൽ കിടന്നു. അലീന അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് അരികിയിരുന്നു. മരുന്നിന്റെ ശക്തി അവളുടെ കൺപോളകളെ പിടിച്ചു താഴ്ത്തും വരെ അവൾ അലീനയെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഔതകുടിച്ചായൻ ആ മുറിയിലേക്ക് വന്നു. കിടക്കയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് അയാൾ ചോദിക്കുകയാണ്, ഉറങ്ങിയോ? ആ, ഉറങ്ങി. മരുന്ന് കഴിച്ചു. അവൾക്ക് ഇളക്കം തുടങ്ങിയ പിന്നെ വലിയ പാടാ മോളെ മരുന്നൊക്കെ കഴിപ്പിക്കാൻ. അലീന കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് തുടർന്ന് അലമാരയിൽ നിന്ന് വിഷകുപ്പികൾ എടുത്തു. ഔതുകുട്ടിച്ചായനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറയുക, തൽക്കാലം ഇതിവിടെ വെക്കണ്ട, വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ചാൽ മതി. ആ, ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഔതുകുട്ടിച്ചായൻ അതുമായി തൻ്റെ മുറിയിലേക്ക് പോയി. എന്നിട്ട് പറയുക, നീ വാ, നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം, നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണണ്ടേ. ഔതക്കുട്ടിച്ചായൻ അലീനയും കൂട്ടി വീടിന് വെളിയിലേക്ക് ഇറങ്ങി. ഇരുവരും ഇറങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ട് ആൻസി ബെഡ്റൂമിൽ വെച്ച് ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഇത്ര ദിവസം എവിടെ കാണും ഈ പുതിയ അവതാരം? 1-2 ദിവസം കഴിയുമ്പോൾ പൊക്കോളും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ കൈ കൊണ്ട് ഞാൻ ഒന്നും വെച്ച് വിളമ്പി കൊടുക്കത്തില്ല. പിന്നെ എൻ്റെ അമ്മ ഇവിടെ വന്നു നിൽക്കുന്നതാണ് എനിക്കൊരു സഹായത്തിന്, അല്ലാതെ നിങ്ങളുടെ ചേട്ടൻ്റെ രഹസ്യപുത്രിയെ നോക്കാൻ വേണ്ടിയല്ല. എടി, നീ എന്തിനാ ബേജാറാകുന്നത്? അതൊക്കെ അപ്പച്ചൻ വേണ്ടതുപോലെ ചെയ്തോളും. നിങ്ങൾ ആരും അവളെ ശുശ്രൂഷിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ അനിയന്മാർ എല്ലാവരും കൂടി ചേട്ടനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കുന്നത് നല്ലതായിരിക്കും. ചേട്ടനെ കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ മക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചേട്ടൻ തന്നെ സഹിച്ചോണം. നമുക്കെന്താണ് അതിനകത്ത് കാര്യം? അപ്പോൾ റോബർട്ട് പറയുകയാണ്, പക്ഷേ അപ്പച്ചൻ പറഞ്ഞു ഒരു കാര്യം ശരിയാണ്, അവൾക്ക് ഞങ്ങളുടെ അമ്മച്ചിയുടെ ചായയാണെന്ന്. ആര് പറഞ്ഞു? ഞാൻ നിങ്ങളുടെ അമ്മച്ചിയെ കണ്ടിട്ടുള്ളതല്ലേ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നീ എന്നാടി ഞങ്ങളുടെ അമ്മച്ചിയെ കണ്ടത്? നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ? അമ്മച്ചിക്ക് അന്ന് വയസ്സ് 55 കഴിഞ്ഞിരുന്നു. എന്നാലും ഷേപ്പൊക്കെ എനിക്ക് തിരിച്ചറിയാം. അമ്മച്ചിയുടെ ഒരു ഷേപ്പും ഇല്ല ഈ പെണ്ണിന്. അമ്മച്ചി എന്തൊരു സുന്ദരിയായിരുന്നു. ആ പ്രായത്തിൽ ഇവളെ കണ്ടാൽ എന്തോ പോലെ ഇരിക്കുന്നു. മാങ്ങാണ്ടി പോലത്തെ മുഖവും ജിറാഫിന്റെ കഴുത്തും. ആൻസി, നിന്റെ കണ്ണിന് എന്താണ്ട് കുഴപ്പമുണ്ട്. നീ നാളെ തന്നെ പോയിട്ട് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. അയ്യോ, ഞാൻ ചുമ്മാതെ പറഞ്ഞതാണേ. അവൾ ഭൂലോക രമ്പയല്ലേ, എടുത്ത് തലയിലോട്ട് വെച്ചുകൊണ്ട് അങ്ങ് നടക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞതാ ഈ കുറ്റം. ചേട്ടൻ ചെയ്തതും ഇങ്ങോട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വന്നതും എല്ലാം പുണ്യ പ്രവൃത്തിയെന്ന് ഞാൻ പറഞ്ഞോടി. നീ ചുമ്മാ ഒരു എഴുതാപ്പുറം വായിക്കല്ലേ. റോബിച്ചന് വല്ലാണ്ട് ദേഷ്യം കയറി. അയാൾ അരിശത്തോടെ മുറിവിട്ട് ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഔതകുട്ടിച്ചായനും അലീനയും കൂടി ഊണുമുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും മറ്റുള്ളവരുടെ ഊണ് കഴിഞ്ഞു. റോബർട്ട് എഴുന്നേറ്റ് കൈ കഴുകുകയാണ്. ആൻസിയും അമ്മയും എഴുന്നേൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഔതകുട്ടിച്ചായൻ, ഇന്നെന്താ റോബിച്ച പതിവില്ലാത്തത്ര നേരത്തെ? ആ, ഇന്ന് എനിക്ക് അല്പം വിശപ്പ് കൂടുതലായിരുന്നു. നിങ്ങൾക്ക് 4 പേർക്കും ഒരുപോലെയായിരുന്നു വിശപ്പ്? പെട്ടെന്ന് ആൻസി അതിന് മറുപടിയുമായിട്ട് വന്നു. അതിപ്പോ ഇവിടെ എന്താ കുഴപ്പം? ഞങ്ങൾ കുറച്ച് നേരത്തെ ചോറുണ്ടു. അപ്പച്ചനുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. എന്നാലും അതാണോടി അതിൻ്റെ ഒരു മര്യാദ? ഈ പെൺകൊച്ച് ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വന്നതല്ലേ, അവളെയും കൂടി വിളിച്ചിരുത്തി ചോറ് കൊടുക്കണ്ടേ? ഊണ് കഴിക്കുന്നുവെന്ന് ചോദിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. ഇതാണോ നിന്റെ തള നിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നീ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? മാറിക്കുട്ടി അതിനെന്തോ മറുപടി പറയാൻ ഭാവിക്കുമ്പോഴേക്കും ഔതക്കുട്ടിച്ചായൻ തടഞ്ഞു. നിങ്ങൾ ഇവിടെ മിണ്ടാതിരുന്നാൽ മതി. ഞാൻ നിങ്ങളുടെ മകളോടാണ് ചോദിച്ചത്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി പറയാനുള്ള അവസരം കിട്ടും. പെട്ടെന്ന് ആൻസി നല്ല മൂർച്ചയോടുകൂടി സംസാരം തുടങ്ങി. അതെ, ഞങ്ങളുടെ വീട്ടിലെ ശീലം ചോദിച്ചുകൊണ്ട് മാത്രം പറയുക. അവിടെ വരുന്നവരെല്ലാവരെയും ഞങ്ങൾ ഊണുമുറിയിലേക്ക് ക്ഷണിച്ചിരുത്തി വിരുന്നൂട്ടാറില്ല. പിച്ചക്കാർ വന്നാൽ മുറ്റത്ത് നിർത്തി എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കും. പണിക്കാരെ പുറകിലെ വരാന്തയിൽ ഇരുത്തി തിന്നാൻ കൊടുക്കും. പട്ടിക്ക് അതിൻ്റെ പാത്രത്തിൽ വിളമ്പി വെക്കും. കോഴിക്ക് മുറ്റത്തിട്ട് കൊടുക്കും. പന്നിക്ക് അതിൻ്റെ കൂട്ടിക്കൊണ്ടുപോയി ഇട്ട് കൊടുക്കും. അവൻ്റെ സ്വന്തക്കാരെ നല്ല അന്തസ്സായിട്ട് സ്വീകരിച്ച് ഒന്നാന്തരമായിട്ട് സൽക്കരിക്കും. എൻ്റെ അമ്മ അങ്ങനെയാണ് ശീലിച്ചത്. അത് കണ്ടാ ഞാനും പഠിച്ചത്. ഇതുവരെ ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഈ ഉടനെ ഔതക്കുട്ടിച്ചാൻ്റെ ചോദ്യം, അല്ല, ഞങ്ങളെ രണ്ടുപേരെയും നീ ഏത് വകുപ്പിലാണ് വക കൊളിച്ചിരിക്കുന്നത്? പന്നിയോ പട്ടിയോ കോഴിയോ അതോ പിച്ചക്കാരോ? അപ്പച്ചന് ചോറ് വേണമെങ്കിൽ ഞാൻ വിളമ്പിത്തരാം. ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കാം. എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ചോറും കറിയും ഒക്കെ വെച്ച് ഉണ്ടാക്കിയതേ. നിന്റെ അമ്മയുടെ ഔദാര്യവും ഒന്നും ഇവിടെ വേണ്ട. ഞാൻ ഇവിടെ ഹോട്ടലിൽ കൊണ്ടുപോയി ഊണ് വാങ്ങി കൊടുത്തോളാം. കൊണ്ടുപോയിക്കോ, ഇവിടെ ആർക്കാ ഛേദം? അപ്പച്ചൻ്റെ വിചാരം ഇങ്ങനെ ഒരെണ്ണത്തിനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന വലിയ കേമമാണെന്നാ. പുറത്തോട്ടിറങ്ങി 4 പേരോട് പരിചയപ്പെടുത്തി കൊടുക്ക്. എൻ്റെ മൂത്ത മകനെ കല്യാണത്തിന് മുമ്പ് അവിഹിത ബന്ധത്തിൽ ജനിച്ച സന്തതിയാണെന്ന് കേൾക്കുന്നവരെ മുഖത്ത് വിരൽ വയ്ക്കും. അപ്പോൾ അറിയാം വിവരം. അല്ലെങ്കിൽ അപ്പച്ചൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആരോടെങ്കിലും പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ ഇത്? നിങ്ങൾ അപ്പച്ചന് മൂത്ത മകനും ആരെയും പേടിക്കാത്തത് കൊണ്ട് നെറ്റിപ്പട്ടം പോലെ കെട്ടിക്കൊണ്ട് നടക്കാം.
പക്ഷെ ഞങ്ങളൊക്കെ കുറച്ച് അഭിമാനമുള്ളവരാ. ചേട്ടൻ ഹിംസിച്ചെങ്കിലും എന്ന് പേടിച്ചിട്ടാ അനിയന്മാരെല്ലാം ആമർഷം കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അല്ലാതെ ആർക്കും ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. കുളത്തുപുഴയിൽ ആയതുകൊണ്ട് അധികം ആരും അറിഞ്ഞില്ലെന്ന് മാത്രം. സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് ചേട്ടയും കൂട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇവിടെയുള്ളവർക്ക് നാണം കെട്ടിട്ട് പുറത്തിറങ്ങണ്ടല്ലോ. ആൻസിയുടെ നാവിന്റെ മൂർച്ച അവധിക്കുട്ടി ചായൻ അറിയാത്തതല്ല. എങ്കിലും വെട്ടി തുറന്ന് ഇങ്ങനെ സംസാരിക്കുമെന്ന് അയാൾ കരുതിയതില്ല. പെട്ടെന്ന് കൈലിമുണ്ടിന്റെ തല ഉയർത്തി കൈ തുടച്ചുകൊണ്ട് റോബർട്ട് പറയുകയാണ്, അവളുടെ വായിലിരുന്നത് കേട്ടപ്പോൾ അപ്പച്ചന് തൃപ്തിയായല്ലോ. കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കുത്തി കടി വാങ്ങിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പച്ചൻ ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഇവിടെ ചോറും കറിയും വെച്ചിട്ടുണ്ട്, എടുത്തങ്ങ് കഴിച്ചാ പോരെ. ആരാടാ റോബിച്ച കടിക്കാത്ത പട്ടി? നിന്റെ കെട്ടിയോളോ? അവളെ ഇവിടെ കെട്ടിക്കേറി വന്ന അന്നു മുതൽ ഓടി നടന്ന് കടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഉള്ളവരെയെല്ലാം എല്ലാം പേയില്ലെന്ന് മാത്രം മെച്ചം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ പേ വിഷത്തിന് കുത്തിവെപ്പ് ഒഴിഞ്ഞ നേരം കാണത്തില്ലായിരുന്നു. ഈ തറവാട്ടിൽ നിന്റെ കൈക്ക് എല്ലില്ലാത്തത് അവളുടെ ഭാഗ്യം. എല്ലാത്തിനും ഇവിടുത്തെ ചോറ് ലാലിച്ചന്റെ മോൾക്ക് വേണ്ട. അവതക്കുട്ടി ചായൻ അലീനയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കാനൊരുങ്ങി. അലീന പക്ഷെ നിന്നിടത്തു നിന്നും അനങ്ങിയില്ല. വീണ്ടും എന്ന് പറയാൻ ഭാവിച്ച ആൻസിയെ റോബർട്ട് കൈ ചൂണ്ടി വിലക്കി. മതി ആൻസി, ദേഷ്യം കടിച്ചമർത്തി പോയി കൈ കഴുകി. മറിയക്കുട്ടി എച്ചിൽ പാത്രങ്ങളും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ആദ്യം റോബിച്ചൻ കളം വിട്ടു, പിന്നാലെ ആൻസി, ഒടുവിൽ അവളുടെ അമ്മയും. അവധിക്കുട്ടി ചായൻ വീണ്ടും അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുക, നീ വാ മോളെ, ഇനി എന്നാ കാണാനാ ഇവിടെ നിൽക്കുന്നേ? ലാലിച്ചൻ വരുമ്പോൾ ഇത് വേണ്ടതുപോലെ തന്നെ കൈകാര്യം ചെയ്തോളും. ഞാൻ ഉടനെ തന്നെ അവനെ വിളിക്കുന്നുണ്ട്. വല്യപ്പച്ചൻ ഇങ്ങോട്ട് വന്നേ. അലീന അയാളുടെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയി ഊണുമേശയ്ക്ക് അരികിലുള്ള കസേലയിലെത്തി. എന്നിട്ട് അടുക്കളയിലേക്ക് കയറി. ആധുനിക സൗകര്യങ്ങൾ എല്ലാമുള്ള അടുക്കളയാണ്. പക്ഷെ അതിന്റെ അവസ്ഥ കണ്ടാൽ അമ്പരന്നു പോയി. സാമാന്യ സാമഗ്രികളെല്ലാം തോന്നിയെടുത്ത് വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. സിങ്കിനുള്ളിൽ ഇന്നലെ മുതൽ ചോറും കറിയും വെച്ച പാത്രങ്ങളും എച്ചിൽ പാത്രങ്ങളും കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നു. ആ ഭാഗത്ത് നിന്ന് ഒരു വളിച്ച നാറ്റം വമിക്കുന്നുണ്ട്. ഗ്രാനൈറ്റിട്ട സ്ലാബിൽ നെടുനീള ഭക്ഷണത്തിന്റെ എപ്പോഴൊക്കെയോ അരിഞ്ഞ പച്ചക്കറികളുടെയും മീനിന്റെയും അവശിഷ്ടങ്ങൾ. ടൈൽസിട്ട തറയിലാണെങ്കിലും വഴുവഴുകൾ ഉണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. എല്ലായിടത്തും ഈർച്ചയാക്കുന്നതുണ്ട്. അലീന വർക്ക് ഏരിയയിലും സ്റ്റെയറിലും കയറി നോക്കി. സ്റ്റെയറിലെ കോൺക്രീറ്റ് സ്ലാബുകൾക്ക് മീതെ ഉണങ്ങി ചീഞ്ഞും കിടക്കുന്ന പച്ചക്കറികൾ. 1 മാസത്തെ പഴക്കമുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. അഴുകും പിടിച്ചിട്ട് ഫ്രിഡ്ജിന്റെ വാഷിംഗ് മെഷീന്റെ നിറം തിരിച്ചറിയാൻ പോലും വയ്യ. കിച്ചൺ ക്യാബിനകത്ത് കഴുകാതെ ഉപേക്ഷിക്കപ്പെട്ട അച്ചാർ ജാറുകളുടെയും ജാം ജാറുകളുടെയും മറ്റനേക ടിന്നുകളുടെയും കുപ്പികളുടെയും ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കൂടുകളുടെയും ചവർ കൂമ്പാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഗ്യാസ് സ്റ്റൗവിന് മീതെ തിളച്ചു മറിച്ച് തൂവിയ പാലിന്റെ കറികളും മറ്റും ഉപ്പൽ നിറമുള്ള പാട പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട്. മൈക്രോവേവ് ഓവൻ ഉപയോഗശൂന്യമാണെന്ന് തോന്നി. ഇതിനിടയിൽ സ്ലാബിൽ ഒരു കുക്കറിൽ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. കണ്ടുകൊണ്ട് ചെറിയ ഫ്രൈ പാനിൽ ഒടിഞ്ഞു നുറുങ്ങി കുറെ വറുത്ത മീൻ കഷ്ണങ്ങൾ, പിന്നെ ഒരു തക്കാളിക്കറിയും ബീൻസും മെഴുക്കുപുരട്ടിയും. അലീന തിരികെ ഊണുമുറിയിലേക്ക് ചെന്നിട്ട് അവതക്കുട്ടിച്ചായനോട് പറയുകയാണ്, അറപ്പാവുമല്ലോ വല്യപ്പച്ച ഈ അടുക്കളയിൽ നിന്ന് വല്ലതും എടുത്ത് കഴിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോട്ടലിൽ പോകാമെന്ന്. അല്ല, എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റുമോ? അലീന ഊണുമേശയിലെ എച്ചിൽ തുടച്ചു മാറ്റി ചോറും കറികളും വിളമ്പിക്കൊണ്ട് ചോദിച്ചു. അത് കണ്ടുകൊണ്ട് അവതക്കുട്ടിച്ചായൻ, ആരെത്ര ചീത്ത പറഞ്ഞാലും നിനക്കൊരു നാണവും ഇല്ലാത്തതാണ് എനിക്ക് അതിശയം. ഞാനാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കത്തില്ലായിരുന്നു. അപ്പനും അമ്മയും ഇല്ലാത്തവളാ എന്നെ നാണക്കേട് 23 വർഷം ഞാൻ സഹിച്ചില്ലേ വല്യപ്പച്ച. അത്രയും വലിയൊരു നാണക്കേടൊന്നും ഈ ലോകത്തിൽ ഇനി ആർക്കും വരാനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവതക്കുട്ടിച്ചായന്റെ നാവടഞ്ഞു പോയി. പിന്നീട് അയാൾ ഒന്നും മിണ്ടിയില്ല. വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിലൂടെ വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്